ഇന്ത്യക്ക് എണ്ണയോ മരുന്നോ ഒരു മുള്ളാണി പോലും കൊടുക്കരുതെന്ന് റഷ്യയോട് ആര് പറയും? ട്രംപ് പറയുമോ? അതിനേക്കാൾ എളുപ്പം പൂച്ചയ്ക്ക് ഒരു മണി കെട്ടിക്കൊടുക്കുന്നതെന്ന് ട്രംപിന് വ്യക്തമായി അറിയാം. അതുകൊണ്ടാണ് ട്രംപ് പുടിനോട് സംസാരിക്കുമ്പോൾ എന്താണ് വിഷയം പറയുന്നത്? യുക്രൈനുമായുള്ള വെടി എങ്ങനെയെങ്കിലും നിർത്താം, യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണമെന്ന്. അല്ലാതെ ഇന്ത്യക്ക് എണ്ണയോ ക്രൂഡ് ഓയിലോ ഒന്നും കൊടുക്കരുതെന്ന്, ആയുധങ്ങളോ ഒന്നും കൊടുക്കരുതെന്ന് ട്രംപ് ഒരിക്കലും പുടിനോട് പറയില്ല. അതാണ് ട്രംപും പുടിനും തമ്മിലുള്ള ആ അന്തരം. പക്ഷേ ട്രംപിന്റെ പെട്ടിയെടുപ്പുകാരും കൂടി ഇപ്പോൾ ഇന്ത്യയോട് ആവശ്യപ്പെട്ട എന്താണ്? കഴിഞ്ഞ ദിവസമേ വാർത്തകൾ വന്നതാണ്, റഷ്യൻ ക്രൂഡ് ഓയിൽ ഇന്ത്യ ഒരു തരത്തിലും വാങ്ങരുതെന്ന്. ട്രംപിനോട് പറയാൻ ധൈര്യം കാട്ടാത്ത, ഇന്ത്യക്ക് ക്രൂഡ് ഓയിൽ കൊടുക്കരുതെന്ന് പറയാൻ ധൈര്യം കാട്ടാത്ത ട്രംപിന്റെ പെട്ടിയെടുപ്പുകാരും ഇപ്പോൾ ഇന്ത്യയോട് പറയുകയാണ്, കൽപ്പിക്കുകയാണ് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങരുതെന്ന്. അപ്പോൾ സംശയം, ഈ പറയുന്നതിൻ്റെയൊക്കെ കുടുംബത്തിൽ നിന്നും കുഴിച്ചു കൊണ്ടുവരുമോ ഇന്ത്യക്കാർക്കുള്ള എണ്ണ? എന്നിട്ട് അത് എവിടുന്ന് പൈപ്പിട്ട് ഡൽഹിയിലോ മുംബൈയിലോ ആന്ധ്രയിലോ കൊണ്ടെത്തിക്കും ഇവർ? അതിനെങ്കിലും ട്രംപ് ഒരു മറുപടി പറയണം. അതിന് പോലും നട്ടലില്ലാത്ത ട്രംപ് പറയുന്നത് തങ്ങൾ പാകിസ്ഥാനുമായി ഇതൊരു കരാർ ഉണ്ടാക്കാൻ പോകുന്നു. ആ കരാർ പ്രകാരം പാകിസ്ഥാനിൽ നിന്നും തങ്ങൾ US എണ്ണ ധാരാളം കുഴിച്ചെടുക്കും. അപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യക്ക് എണ്ണ നൽകുന്നു. പാകിസ്ഥാനിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ആ പാക് എണ്ണയിൽ എന്താണുള്ളതെന്ന് ഇന്ത്യക്ക് കുഴിച്ചെടുക്കുന്നതിന് മുമ്പ് തന്നെ അറിയാം. അതുകൊണ്ട് ഇന്ത്യക്ക് വേണ്ട. പിന്നെ ഇപ്പോൾ എന്തായി? ഇന്ത്യക്ക് കുറഞ്ഞ വിലയ്ക്ക് റഷ്യ എണ്ണ വാഗ്ദാനം ചെയ്തപ്പോൾ അതിനെയും എതിർക്കാൻ വന്നിരിക്കുന്നതിന് ട്രംപ് എന്താണ് അതിന് മറുപടി പറയുന്നത്? ഇന്ത്യയുമായി ഒരു തരത്തിലുമുള്ള വ്യാപാര ചർച്ചകൾ ഇനി ഉണ്ടാകില്ലെന്ന്, ഇന്ത്യയുമായി ഇനി അങ്ങോട്ട് ഒരു നീക്കുപോക്കും ഉണ്ടാകില്ലെന്ന് നരേന്ദ്രമോദി സുഹൃത്താണെന്ന് മറ്റും പറഞ്ഞു തന്ന ട്രംപാണ് ഇപ്പോൾ തിരിച്ചു പറയുന്നത്. കാരണം എന്താണ്? റഷ്യ ഇന്ത്യക്ക് കുറഞ്ഞ വിലയ്ക്ക് വീണ്ടും കൂടുതൽ ക്രൂഡ് ഓയിൽ നൽകാമെന്ന് ഏറ്റിരിക്കുന്നു. അത് ഇന്ത്യയും റഷ്യയും തമ്മിൽ ഡീലാണ്, അല്ലാതെ ഇന്ത്യയും റഷ്യയും അമേരിക്കയെ മധ്യസ്ഥത വച്ച് നടത്തിയ ഡീലല്ല റഷ്യയിൽ നിന്നും ആവശ്യത്തിനുള്ള ക്രൂഡ് ഓയിൽ വാങ്ങുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിഷയം ഇന്ത്യ റഷ്യ നോക്കിക്കൊള്ളും. എന്താണ് വിഷയം? റഷ്യൻ ക്രൂഡ് ഓയിലിന് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നൊക്കെയുള്ള ആ ഡിമാൻഡ് കുറയുമെന്ന് കണ്ടിട്ടാണ് റഷ്യ എന്തായാലും ഉൽപ്പാദിപ്പിക്കുന്ന ഓയിൽ അത് ഇന്ത്യക്ക് കുറഞ്ഞ വിലയ്ക്ക് കൈമാറാൻ തൽക്കാലത്തേക്കെന്ന ഒരു ധാരണ ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത്. ഡേറ്റ ഇന്റലിജൻസ് സ്ഥാപനമായ കെപ്ലർ ലിമിറ്റഡ് ആണ് ഇപ്പോൾ ഈ വിവരം പുറത്തുവിട്ടിരിക്കുന്നത്. ലോകത്തെ ഏറ്റവും വലിയ മൂന്നാമത്തെ എണ്ണ ഇറക്കുമതിക്കാരായ രാജ്യമാണ് ഇന്ത്യ. 2022 മുതൽ റഷ്യൻ എണ്ണയുടെ ഏറ്റവും വലിയ ബയേഴ്സാണ് ഇന്ത്യ. ആഗോള വിതരണത്തിന്റെ 2% പ്രതിദിനം 2 ദശലക്ഷം ലിറ്റർ വരെയാണ് ഇന്ത്യ വാങ്ങുന്നത് റഷ്യയിൽ നിന്ന്. ഒപെക് പ്ലസ് രാജ്യങ്ങളിൽ നിന്നുള്ള വിലയേക്കാൾ റഷ്യയുടെ ബ്രെന്റ് ക്രൂഡ് ഓയിലിന് ബാരലിന് $5 വരെ വില കുറവെന്നതാണ് ഇന്ത്യയെ ഈ റഷ്യയുടെ ഭാഗത്തേക്ക് ആകർഷിപ്പിക്കുന്ന ഒരു ഘടകം. അമേരിക്കയുമായുള്ള ഈ തർക്കങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ വിതരണം മറ്റ് രാജ്യങ്ങളിലേക്ക് ഇനിയും കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന്റെ ഗുണം ഇന്ത്യക്ക് തന്നെയാണ്, ഇന്ത്യൻ ജനതയ്ക്ക് തന്നെയാണ്. എടുത്തു പറഞ്ഞാൽ ഇന്ത്യയിലെ പെട്രോളിനും ഡീസലിനും വരെ വില കുറയാൻ പോകുന്നു. കാരണം വില കുറഞ്ഞ എണ്ണ ഇന്ത്യയിലെത്തുമ്പോൾ സ്വാഭാവികമായും പെട്രോളിനും ഡീസലിനും വില കുറയും. ഇന്ത്യക്ക് ആവശ്യം വില കുറഞ്ഞ ഗുണനിലവാരമുള്ള റഷ്യൻ എണ്ണ തന്നെയാണ്. അത് ഇന്ത്യ വാങ്ങിയിരിക്കും, റഷ്യയിൽ നിന്നായാലും മറ്റേത് രാജ്യത്തു നിന്നായാലും. പക്ഷേ ട്രംപിന് മുന്നിൽ ഇന്ത്യ ഇനി ഓയിലിന് വേണ്ടിയോ ആയുധത്തിന് വേണ്ടിയോ ഒന്നും ഇരക്കാനും പോകുന്നില്ല. അതുകൊണ്ടാണ് അമേരിക്കൻ നിർമ്മിത F-35 വിമാനങ്ങൾ വേണ്ട എന്ന് ഇന്ത്യ ഒറ്റയടിക്ക് മറുപടി നൽകിയത്. റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിനേക്കാൾ മറ്റ് മാർഗങ്ങൾ തരുന്നത് ഇന്ത്യക്ക് ചിലവേറിയതാണ്. എന്തായാലും ഇന്ത്യയുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് അക്കാലം കുറച്ചിരിക്കുകയാണ്. പക്ഷേ ഡിസ്കൗണ്ടഡ് എണ്ണ വരുമ്പോൾ അത് വാങ്ങും, ഉറപ്പാണ്. പക്ഷേ സ്വകാര്യ കമ്പനികൾ, ഇന്ത്യൻ സ്വകാര്യ കമ്പനികൾ റഷ്യയിൽ നിന്നും കൃത്യമായിട്ട് എണ്ണ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. US നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി ഇന്ത്യ വർദ്ധിപ്പിച്ചിട്ടുണ്ട്, അല്ലാതെ ഇന്ത്യ അത് വെട്ടിക്കുറച്ചില്ല. മെയ് മാസം മുതൽ പ്രതിദിനം 2,25,000 ബാരലായി ഈ US നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി ഇന്ത്യ ഉയർത്തി. ഉക്രൈൻ അധിനിവേശത്തെ തുടർന്ന് റഷ്യയുമായുള്ള സാമ്പത്തിക ബന്ധം വിച്ഛേദിക്കാൻ ഒന്നല്ല ഒട്ടനവധി രാജ്യങ്ങളുടെ മേലാണ് അമേരിക്ക സമ്മർദ്ദം ചെലുത്തിയത്. അതിൽ ട്രംപിന്റെ പ്രധാന ടാർഗറ്റ് ഇന്ത്യയായിരുന്നു. നിലവിൽ റഷ്യയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള എണ്ണ ഒഴുക്ക് തടയാൻ US ഒരു തരത്തിലും കഴിയില്ല. അല്ലെങ്കിൽ റഷ്യ വിചാരിക്കണം ഇനി ഇന്ത്യക്ക് ക്രൂഡ് ഓയിൽ നൽകണ്ട, കാരണം ട്രംപ് പറയുന്നത് നൽകണ്ട, അതുകൊണ്ട് തങ്ങൾ ഇനി നൽകില്ല. എന്തായാലും റഷ്യ അതിന് മുതിരില്ല. ഭീഷണിപ്പെടുത്തി ഇന്ത്യയെ കൊണ്ട്
കാര്യം നടത്തിക്കാൻ അമേരിക്കയ്ക്കും സാധിക്കില്ല. എന്തായാലും കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി കൊണ്ടിരിക്കുകയാണ്. ഈ മാസം അവസാനം അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിൽ എത്തുന്നുണ്ട്. എന്തിനാണ്? അവിടെ നടക്കുന്ന ഹോങ്കോങ് ഷാങ്ഹായ് കോർപ്പറേഷൻ മീറ്റിംഗിൽ പങ്കെടുക്കാൻ. കഴിഞ്ഞ ആഴ്ച വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അവിടെ പോയിട്ട് വന്നതാണ്. കേന്ദ്രമന്ത്രി അമിത്ഷാ അവിടെ പോയിട്ട് വന്നതാണ്. ചൈനയിൽ നടക്കുന്ന ഹോങ്കോങ് ഷാങ്ഹായ് സമ്മേളനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സെഷനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തിരിക്കും. അതുമാത്രമല്ല, ചൈനയ്ക്കും എതിരെ അമേരിക്കയുടെ ഉപരോധമുണ്ട്. അപ്പോൾ ഏഷ്യൻ രാജ്യങ്ങൾ ഒന്നായി നിൽക്കേണ്ട ആവശ്യകത അതായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇനി ചൈനയിൽ പോയി സംസാരിക്കുക. മോദി ചൈനയിൽ ചെന്ന് ആ സമ്മേളനത്തിൽ പങ്കെടുത്ത് തിരിച്ചു വരുമ്പോൾ യുഎസിന് എല്ലാം മനസ്സിലായിക്കൊള്ളൂ. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച